ഫ്രം ദ ഡേ 1 ഓൺവേർഡ്സ് ഞാൻ വോമിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം വോമിറ്റിംഗ് ഉണ്ട്. ഈ വോമിറ്റ് ചെയ്യുമ്പോഴും ഈ പ്രഷർ കിട്ടുന്നതാണ് ഭയങ്കര പെയിൻഫുൾ ആണ്. അപ്പോൾ ഞാൻ ഓർത്തു 3 months വോമിറ്റ് നിൽക്കേണ്ടതാണല്ലോ, അങ്ങനെയാണല്ലോ യൂഷ്വലി ഉള്ളത്. ആ ഒരു ഹോപ്പിൽ ഇത് നോർമൽ ആണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിത് വോമിറ്റ് ചെയ്യുന്നതും നോഷ്യ ഉള്ളതും സൈഡിൽ കൂടെ പോകുന്നതിന് മെഡിക്കേഷൻ ഒന്നും എടുത്തില്ല. ബിക്കോസ് മാക്സിമം മെഡിക്കേഷൻസ് എടുക്കാതെ തന്നെ ബേബീനെ കിട്ടണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ 4th month അനോമലി സ്കാനിങ് നടന്നു. അനോമലി സ്കാനിങ്ങിൽ ബേബി ഈസ് ഗുഡ്, ഹെൽത്തി ആണ്, ഗ്രോത്ത് കുറവാണ്, സബ്ക്രോണിക് ഹെമറേജ് വാനിഷ് ആയിട്ടുണ്ട്, ബ്ലഡ് വന്ന് ഊസ് ഔട്ടായി അത് പോയി, എല്ലാം ഗുഡ് ആണ്. വൺ തിങ് ഇസ് പ്ലസന്റ് ഇസ് ലോ ലൈൻ പ്ലസന്റ് ആണ്, പക്ഷേ ദർ ഇസ് നോ കോംപ്ലിക്കേഷൻസ്, എവറിത്തിങ് ഇസ് ഗുഡ്. അപ്പോൾ അങ്ങനെ വന്നു, ഞങ്ങൾ പോയി മെറ്റേണിറ്റി ഷൂട്ടൊക്കെ നടത്തി, വി ആർ ഓവർ ദ മൂൺ, ഹാപ്പി ആയി, 4 months ആയി, വിച്ച് ഇസ് ഗ്രേറ്റ് റൈറ്റ്. അങ്ങനെ ഇരുന്നു. മെറ്റേണിറ്റി ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് പിന്നെയും ബ്ലീഡിങ് വന്നു. സോ ദാറ്റ് വാസ് എ മൺഡേ. ആ ബ്ലീഡിങ് വന്നത് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഇവര് അത് നമ്മൾ ലേബർ ആൻഡ് ഡെലിവറിയിലാണ് കൊണ്ടുവന്നത്. അപ്പം 4 months കഴിഞ്ഞാൽ പിന്നെ അവരെടുക്കും. ആ സമയത്ത് ഇവർ ഈ നോക്കുന്നതും ആക്റ്റീവ് ബ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു സ്പെക്കുലം വെച്ചിട്ട് ഭയങ്കര പെയിൻഫുള്ളാണ്. നമുക്കത് അവരത് വെക്കുമ്പോൾ തന്നെ നമ്മൾ കരയാൻ തുടങ്ങും. എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു അത്. അപ്പം ആക്റ്റീവ് ബ്ലീഡിങ് അപ്പം നിന്നായിരുന്നു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, യു വിൽ നോട്ട് നീഡ് ടു ചെക്ക് വിത്ത് യുവർ OBGYN വൈ യു ആർ ബ്ലീഡിങ്, ബിക്കോസ് ഞങ്ങൾക്ക് റീസൺ കാണുന്നില്ല ഇപ്പോൾ ബ്ലീഡ് ചെയ്യുന്നതിന്റെ, ബേബി ഹെൽത്തി ആണ്, സബ്ക്രോണിക് ഹെമറേജ് കാണുന്നില്ല, വാട്ട് ഇസ് ദ റീസൺ അറിയത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ബ്ലീഡിങ് അപ്പം ഇല്ല. ലൈക്ക് ഞാനപ്പം റിലീവ്ഡ് ആണ്, പക്ഷേ ലോ ലൈൻ പ്ലസന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എക്സസൈസസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ട് ബെഡിൽ ഇങ്ങനെ ഇരിക്കാനും അങ്ങനെയൊക്കെ വലിയ മൂവ്മെന്റ്സ് ഒന്നും ചെയ്തില്ല. നെക്സ്റ്റ് ഡേ ഹസ്ബൻഡ് ജോലിക്ക് പോയതിനു ശേഷം ഞാൻ വാഷ്റൂമിൽ പോകുന്ന വഴി എനിക്ക് ബ്ലീഡ് ചെയ്തു. ഇത്രയും ഒരു വലിയൊരു ക്ലോട്ട് എൻ്റെ കയ്യിലേക്ക് വന്നു വീണു. അപ്പം ഞാൻ വിചാരിച്ചു, ഐ ഡോണ്ട് നോ, എനിക്ക് മെഡിക്കലും സയൻസുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഞാൻ ഓർത്ത് ദിസ് ഇസ് പ്ലസന്റ മെമ്പറീൻ എന്തോ ബ്രേക്ക് ആയതായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം നമുക്കറിയത്തില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമ്മുടെ ഹോർമോൺസും അഡ്രിനാലിനെല്ലാം കയറിയിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. അപ്പം വരാൻ ഒരു 30 minutes എടുക്കും, ഹോസ്പിറ്റലിൽ പോകാൻ 1 hour എടുക്കും. അപ്പം എനിക്ക് അത്ര നേരം വീട്ടിലിരിക്കാനുള്ള ഒരു ഇതില്ല. കാരണം വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അഗൈൻ ആക്റ്റീവ് ബ്ലീഡിങ് അപ്പോൾ കുറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഇത്രയും ബ്ലീഡിങ്ങും ഈ റപ്ചർ ആയതിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് നോർമൽ, സംതിങ് ഇസ് ഗോയിങ് ഓൺ വിത്ത് യു. അപ്പൊ അങ്ങനെ അവർ നോക്കിയപ്പോൾ പറഞ്ഞു, പ്ലസന്റ മൈഗ്രേഷൻ നടക്കുക. സോ ഒരു സ്ഥലത്തിരുന്ന പ്ലസന്റ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ ഇതായിട്ട് പുള്ള് ചെയ്തതുകൊണ്ടാണ് ഈ ബ്ലീഡിങ് സംഭവിച്ചത്. നൗ യുവർ പ്ലസന്റ ഇസ് പ്ലസന്റ പ്രീവിയ, സർവിക്സ് കവർ ചെയ്ത് ഫുള്ളി വന്നേക്കുവാണ്. ഇനിയിപ്പം ബാക്കി OBGYN ആയിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനെല്ലാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിന്റെ ഒരു ഗ്രൂപ്പാണ്, നമുക്ക് ഒരു ഡോക്ടർ അല്ല കിട്ടുന്നത്. അപ്പം ഓരോ തവണയും ഇവർ ഭയങ്കര നെഗ്ലിജൻസ് കാണിക്കാൻ തുടങ്ങി, നമ്മൾ പാനിക് ചെയ്യാൻ തുടങ്ങി, ഞങ്ങൾ നാട്ടിലെ ഡോക്ടേഴ്സിനായിട്ട് കൺസൾട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല കാര്യങ്ങൾ ഇതിന്റെ സൈഡ് ബൈ സൈഡ് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ട്, ഐ നീഡ് ടു നോ വാട്ട് ഇസ് ദ റീസൺ ഓഫ് ദ ബ്ലീഡിങ്. എനിക്കിങ്ങനെ ഗ്രേ സോണിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് ഉറപ്പില്ലെങ്കിൽ അവർ പറയുന്നത് യു ആർ എ ഗ്രേ സോൺ എന്ന് പറയുന്നത്. അപ്പൊ എന്നെ ഗ്രേ സോണിലാണ് തുടക്കം തൊട്ട് ഇട്ടേക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഞങ്ങൾ OBGYN അടുത്ത് പറഞ്ഞു. അങ്ങനെ അവർ പ്ലസന്റയുടെ ഇത് കമ്പയർ ചെയ്ത് നോക്കി, പ്ലസന്റ് പ്രീവിയ എന്ന് കൺഫേം ചെയ്തു. എന്നിട്ടിപ്പം ഇവിടുത്തെ ഡോക്ടറിനോട് പറഞ്ഞു, ഇനി യു ഹാവ് ടു ഗോ ഇൻ ടു ബെഡ് റെസ്റ്റ്, വേറെ ഓപ്ഷൻ ഇല്ല.